വൈഷ്ണവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പ്രിപ്പോസിഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് പ്രിപ്പോസിഷൻ എന്നും അതിലെ ഓരോ ടൈപ്പ് പ്രിപ്പോസിഷൻസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ what is preposition? Preposition is a word or group of words which place before a noun or pronoun to show place, time, പൊസിഷൻ ഓർ മെത്തേഡ്. അതായത് പൊസിഷൻ, മെത്തേഡ് അല്ലെങ്കിൽ ടൈം, പ്ലേസ് ഇതിനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു നൗണിന്റെ പ്രൊനൗണിന്റെ മുമ്പിൽ ഉപയോഗിക്കുന്ന വേർഡുകൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറെ സീരീസ് ആയിട്ട് കുറച്ച് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ ഈ പ്രിപ്പോസിഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് ഓണിനെ കുറിച്ചും ഇന്നിനെ കുറിച്ചും ഈ 2 പ്രിപ്പോസിഷൻ എങ്ങനെയാണ്, എവിടെയാണ്, ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അറ്റ്, പ്രിപ്പോസിഷൻ അറ്റ് ഏതെല്ലാം സാഹചര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അറ്റ് ഏതെല്ലാം സിറ്റുവേഷനിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ അതിന്റെ ഉപയോഗം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. അറ്റ് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ഈസ് യൂസ് ബിഫോർ ടൈം. ഇപ്പം വെൻ യു ഡിസ്കസ് അബൌട്ട് ടൈം, ടൈമുകളെ കുറിച്ച് പറയാൻ യൂസ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അറ്റ് 10 o'clock, അറ്റ് 11 o'clock, അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം നമ്മൾ പറയുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ ഏത് പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ മീറ്റ് യു അറ്റ് 7 PM, ഐ വിൽ ഗോ ടു ഹോം അറ്റ് 7 AM, ഞാൻ 7 മണിക്ക് വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ അവനെ ഞാൻ 8 മണിക്ക് കാണും. അപ്പൊ ഇത്തരത്തിൽ ടൈമുമായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ, അതായത് നമ്മൾ ഒരു ക്ലോക്ക് ടൈം പറയുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സാഹചര്യത്തിലും, ക്ലോക്ക് ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സാഹചര്യത്തിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് അറ്റാണ്. അതുപോലെ തന്നെ അറ്റ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് സ്മോൾ. വെൻ യു ടോക്ക് അബൌട്ട് സ്മോൾ പ്ലേസസ്, ഇപ്പൊ ചെറിയ സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താണ് വലിയ പ്ലേസസ്, ബിഗ് സിറ്റീസ്, കൺട്രീസ്, പ്രൊവിൻസ്, ഇതിനെ കുറിച്ചൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നു പറഞ്ഞു. ഇപ്പം വലിയ പ്ലേസസിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്നും, സ്മോൾ പ്ലേസസ് അതായത് അത്ര എല്ലാവർക്കും നോൺ ആയിട്ടുള്ള ഒരു പ്ലേസ് അല്ല, ചെറിയ ചെറിയ പ്ലേസസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന അത്തരം സാഹചര്യത്തിൽ, പോപ്പുലർ അല്ലാത്ത പ്ലേസസിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ബസ് സ്റ്റോപ്പ്, അറ്റ് വൈഷ്ണവ് അക്കാദമി, അറ്റ് കോഫി ഷോപ്പ്. അപ്പൊ ഇത്തരത്തിൽ വളരെ ചെറിയ 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 പ്ലേസസിനെ കുറിച്ച് നമ്മൾ പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്തെന്ന് പറയണേ, അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വിൽ മീറ്റ് യു അറ്റ് വൈഷ്ണവ് അക്കാദമി, ഞാൻ വൈഷ്ണവ് അക്കാദമിയിൽ വെച്ച് നിന്നെ മീറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരത്തില് ചെറിയ പ്ലേസസിനെ കുറിച്ച് നമ്മൾ പറയുന്ന സാഹചര്യത്തിൽ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കും. അതുപോലെ തന്നെ അറ്റ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് നമ്മൾ എന്താണ് ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫ്രേസസ് ഒക്കെ പറയുന്ന സാഹചര്യത്തിൽ. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് വീക്കെൻഡ്, മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരത്തില് ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില ഫ്രേസസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇത്തരം സാഹചര്യത്തിലൊക്കെ നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇപ്പോൾ 1-2 എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ വീക്കെൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു, അറ്റ് സൺറൈസ്, അറ്റ് എന്താണ് സൺസെറ്റ്. അപ്പൊ ഇത്തരത്തില് ടൈമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ് നമ്മൾ പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം, അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ അറ്റ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് നമ്മൾ ഈ ബ്രേക്ക് എടുക്കുന്ന ടൈമുകളുണ്ടല്ലോ, അതുപോലെ തന്നെ മീൽ ടൈം. ഈ മീൽ ടൈമിനെയും ബ്രേക്സിനെയൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ടൈമുകളെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കാറ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് മീൽ ടൈം, എന്താണ് ടീ ടൈം. അപ്പൊ അത്തരത്തില് എന്താണ് ബ്രേക്സ് എടുക്കുന്ന, നമ്മളിപ്പോ ഒരു വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ബ്രേക്ക് എടുക്കുന്ന അത്തരം ടൈമുകളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
സാഹചര്യങ്ങളിൽ നമുക്ക് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഏതെല്ലാം സാഹചര്യത്തിലാണ് നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ സാഹചര്യത്തിലാണ് അറ്റ് യൂസ് ചെയ്യാം? അറ്റ് ഈസ് യൂസ്ഡ് ബിഫോർ ടൈം. എന്താണ്? വെൻ യു ഡിസ്കസ് അബൌട്ട് ടൈം യു ക്യാൻ യൂസ് ദ പ്രിപ്പോസിഷൻ അറ്റ്. ടൈമുമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. അതുപോലെ ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ബ്രേക്ക് ടൈം, അങ്ങനെയുള്ള മീൽ ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വെൻ യു ഡിസ്കസ് അബൌട്ട് ദ സ്മോൾ പ്ലേസസ്, ചെറിയ സ്ഥലങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രം ടൈമും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസും കാര്യങ്ങളിലും അതുപോലെ തന്നെ സ്മോൾ പ്ലേസസിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രമേ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പൊ ഈ അറ്റ് എന്ന് പറയുന്ന പ്രിപ്പോസിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഓൺ ദ കമന്റ് ബോക്സ്. അവിടെ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. But thank you so much for watching this video.